fever happens in our body. നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് പനി ഉണ്ടാകുന്നത്? നമ്മുടെ ബോഡി ഒരു പൈറോജൻസുമായിട്ട്, അതായത് ഫീവർ പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസുമായിട്ട് എൻകൗണ്ടർ ചെയ്യുമ്പോഴാണ് പനി ഉണ്ടാകുന്നത്. ഈ പൈറോജൻസ് എക്സോജീനസ് ഉണ്ട്, ബാക്ടീരിയൽ ടോക്സിൻ, വൈറൽ പാർട്ടിക്കിൾ, ഫംഗി ഇതിനൊക്കെ എക്സാമ്പിളാണ്. എൻഡോജീനസ് എന്ന് പറയുമ്പോൾ ഈ എക്സോജീനസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിൽ ഇൻ്റർലോക്കിൻ 1, ഇൻ്റർലോക്കിൻ 6, അതേപോലെ TNF, ആൽഫ തുടങ്ങിയ സൈറ്റോകൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് എൻഡോജീനസ് പൈറോജൻസ്. ഈ സൈറ്റോകൈൻസ് നമ്മുടെ ബോഡിയിൽ അരക്കിഡോണിക് ആസിഡ് പാത്വേ സ്റ്റിമുലേറ്റ് ചെയ്യുകയും പ്രോസ്റ്റഗ്ലാൻഡിൻ E2ൻ്റെ പ്രൊഡക്ഷന് ഇത് കാരണമാവുകയും ചെയ്യുന്നു. പ്രോസ്റ്റഗ്ലാൻഡിൻ E2 നമ്മുടെ ബ്രെയിനിലെത്തുകയും ബ്രെയിനകത്തുള്ള ഹൈപ്പോതലാമസിൽ EP3 റിസപ്റ്റേഴ്സ് ഉണ്ട്, അവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഹൈപ്പോതലാമിക് ഒരു ടെമ്പറേച്ചർ സെറ്റ് പോയിൻ്റ് ഉണ്ട്. ഹൈപ്പോതലാമസ് ആണ് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നത്. സോ ഈ ടെമ്പറേച്ചർ സെറ്റ് പോയിന്റിനെ ഈ പ്രോസ്റ്റഗ്ലാൻഡിൻ E2 മാറ്റുകയും അതൊരു ഹൈ ടെമ്പറേച്ചറിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഇപ്പോൾ നോർമലി 37 ആണെങ്കിൽ അതൊരു 39 to 40 മാറ്റുന്നു. നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു? അപ്പോൾ നമ്മുടെ ബോഡിക്ക് ഫീൽ ചെയ്യുകയാണ് നമ്മൾ വളരെ തണുത്തൊരു കാലാവസ്ഥയിലാണ്, അപ്പോൾ അത് ചൂട് കൂട്ടാൻ നോക്കുന്നു. അപ്പോൾ ഷിവറിങ് ചെയ്യുന്നു, വാസ കൺസ്ട്രക്ഷൻ ചെയ്യുന്നു, സിൽസ് ഉണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ ബോഡി ഒരു പുതുതായിട്ടുള്ള സെറ്റ് പോയിന്റിലേക്ക് അഡ്ജസ്റ്റ് ആകുന്നു. സെറ്റ് പോയിന്റിലേക്ക് അഡ്ജസ്റ്റ് ആകുമ്പോൾ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ബോഡിക്കകത്തുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ഈ ഹൈ ടെമ്പറേച്ചർ കില്ല് ചെയ്യുകയും അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് തടയുകയും ചെയ്യുന്നു. നമ്മുടെ ഇമ്മ്യൂൺ ആക്ടിവിറ്റി ഇത് ബൂസ്റ്റപ്പ് ആക്കുകയും ചെയ്യുന്നു. വൺസ് നമ്മുടെ ബോഡി ഈ ടെമ്പറേച്ചറിന് സ്റ്റെബിലൈസ്ഡ് ആയി നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഇതൊക്കെ കുറയുമ്പോൾ സൈറ്റോകൈൻസിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും പ്രോസ്റ്റഗ്ലാൻഡിൻ E2ൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യുന്നു. പ്രോസ്റ്റഗ്ലാൻഡിൻ E2ൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ സെറ്റ് പോയിൻ്റ് നോർമലിലേക്ക് മാറുകയും ചെയ്യുന്നു. അങ്ങനെ ബോഡി എന്ത് ചെയ്യുന്നു? നോർമൽ മാറുകയും സെറ്റിങ്, വാസോ ഡയലേഷൻ, ഫ്ലഷ് സ്കിൻ തുടങ്ങിയ മെക്കാനിസം വഴിയാണ് ബോഡി നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരുന്നത്. അപ്പോൾ ഫിവർ എന്ന് പറഞ്ഞ ഒരു കൺട്രോൾഡ് റെസ്പോൺസാണ്. പൈറോജൻസ് സൈറ്റോകൈൻസിനെ പ്രൊഡ്യൂസ് ചെയ്ത് PGE2 പ്രൊഡ്യൂസ് ചെയ്യുന്നു, സെറ്റ് പോയിൻ്റ് കൂടുന്നു, ബോഡി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇൻഫെക്ഷൻ റിസോൾവ് ചെയ്ത് സെറ്റ് പോയിൻ്റ് എന്ത് ചെയ്യുന്നു? നോർമലിലേക്ക് എത്തുന്നു, സ്വെറ്റിംഗ് എന്ന പ്രോസസ്സ് ഉണ്ടാകുന്നു, ഫീവർ കൺട്രോൾ ആകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഓൾ. സ്റ്റേ ലേണിംഗ് ആൻഡ് സ്റ്റേ ഹെൽത്തി.